NGC ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 1 BA ഇംഗ്ലീഷിന്റെ ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്ന ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മൊഡ്യൂൾ 5 റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്കില്ലിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 5 യൂണിറ്റ് 8 ലെസൺ 1. അപ്പോൾ നമുക്ക് ടെക്സ്റ്റുമായിട്ട് തന്നെ നോക്കി പോകാം. Writing is an integral skill in the act of communication. Written communication can be personal or official. It can be formal or informal. As an acquired language, English has been taught for a very long time with great emphasis placed on improving writing skills along with reading skills. Still, there is room to improve since language is constantly evolving and therefore demands paradigm shift in the manner in which we acquire language skills. അപ്പോൾ എന്താണ് പറയുന്നത്? റൈറ്റിംഗ് ഇസ് എൻ ഇന്റഗ്രൽ സ്കിൽ ഇൻ ദ ആക്ട് ഓഫ് അല്ലെങ്കിൽ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആശയവിനിമയം നടത്തുക എന്ന് പറയുന്നതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് റൈറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ആ ഭാഷ എഴുതുക എന്ന് പറയുന്നത്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി പേഴ്സണൽ ഓർ ഒഫീഷ്യൽ, അതായത് അതെന്താകാം, അതൊന്നെങ്കിൽ ഫോർമൽ ആകാം അല്ലെങ്കിൽ ഇൻഫോർമൽ ആകാം. ആൻഡ് ആസ് ആൻ അക്വേർഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഹാസ് ബീൻ തോട്ട് ഫോർ എ വെരി ലോങ് ടൈം വിത്ത് ഗ്രേറ്റ് എംഫസിസ് പ്ലേസ്ഡ് ഓൺ ഇംപ്രൂവിംഗ് റിട്ടൺ സ്കിൽസ് അലോങ് വിത്ത് ദ റീഡിംഗ് സ്കിൽസ്. അപ്പോൾ എന്താണ്, നമ്മളെ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഒരു അക്വേർഡ് ലാംഗ്വേജ് എന്ന നിലയിൽ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുമ്പോൾ പണ്ട് കാലം തൊട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്കൂളുകളിൽ പഠിക്കുന്ന കാലം തൊട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രണ്ട് മേഖലകളാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ റീഡിങ്ങും അതുപോലെ തന്നെ റൈറ്റിംഗ്. നമ്മൾ കൊച്ചിലെ പഠിക്കുന്നത് എങ്ങനെയാണ്, നമ്മളതിനെ എഴുതിയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എഴുതിയ സാധനം വായിച്ചാണ് പഠിക്കുന്നത്. യഥാർത്ഥത്തിൽ ലാംഗ്വേജ് പഠിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു ആദ്യം ലിസൺ ചെയ്ത് പിന്നെ അതിൽ സ്പീക്ക് ചെയ്ത് പിന്നെ എഴുതാനും വായിക്കാനും ആ ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്താണ്, നമ്മൾ പണ്ട് കാലം തൊട്ടേ പഠിക്കുന്നത് എങ്ങനെയാണ്, റൈറ്റിങ്ങും അതുപോലെ ലാംഗ്വേജിന്റെ റീഡിങ്ങും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പണ്ട് കാലം തൊട്ടേ പഠിക്കുന്നത്. And there is still room for improvement. And since language is constantly evolving and therefore demands a paradigm shift in the manner in which we acquire language skills. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള പല കാരണങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു റൈറ്റിംഗ് സ്കില്ലിനെ കുറച്ചും കൂടെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് ഒരു അത്യാവശ്യകതയാണ്. And there are 4 main types of writing. They are expository, persuasive, നറേറ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ്. അപ്പൊ 4 തരത്തിലാണ് എന്തുള്ളത്, റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് എക്സ്പോസിറ്ററി അഥവാ ഒരു എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള റൈറ്റിംഗ്, രണ്ടാമത്തെ പെർസ്യൂസീവ് ആയിട്ടുള്ളത്, മൂന്നാമത്തത് നറേറ്റീവ് ആയിട്ടുള്ളത്, നാലാമത്തത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളത്. സോ അതെന്തൊക്കെയാണ് നമുക്കിനി നോക്കാം. So, expository writing is that in which the author tries to inform or explain the subject to the reader. It is intended to spread information and has a logical sequence. Example, technical writing, encyclopedias, etc. അപ്പോൾ എന്താണ് expository writing എന്ന് പറഞ്ഞാൽ, the author tries to inform or explain the subject to the reader. അതായത് ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ഒരു ടോപ്പിക്കിനെ റീഡർക്ക് മനസ്സിലാക്കാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റൈറ്റിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്പോസിറ്ററി എന്ന് പറയുന്നത്. അഥവാ അതിനെന്തെന്ന് പറയാം, നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലനേറ്ററി റൈറ്റിംഗ് എന്ന് പറയാം. കാരണം ഒരു ടോപ്പിക്കിനെ എടുത്ത് എന്ത് ചെയ്യാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ, അത് വായിക്കുമ്പോൾ ആ റീഡർക്ക് ആ ടോപ്പിക് എന്താണ് എന്ന് മനസ്സിലാക്കണം. സോ അത്തരത്തിലുള്ള റൈറ്റിംഗ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്പോസിറ്ററി റൈറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഇന്റന്റ് ടു സ്പ്രെഡ് ഇൻഫോർമേഷൻ, ഒരു അറിവ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ എയിം. ആൻഡ് ഹാസ് എ ലോജിക്കൽ സീക്വൻസ്. ആൻഡ് അതിന് എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്ന എന്താണ്, ടെക്നിക്കൽ റൈറ്റിംഗ്സ് ആൻഡ് എൻസൈക്ലോപീഡിയസ്. ഇപ്പൊ നമ്മൾ വിക്കിപീഡിയയിൽ ഒരു ആർട്ടിക്കിൾ വായിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് വായിക്കുന്ന, അതൊക്കെ എന്താണ്, ഒരു എക്സ്പോസിറ്ററി റൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ എന്ത് ചെയ്യാണ്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള റൈറ്റിംഗ്സ് ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് എന്ത്, പെർസ്യൂസീവ് റൈറ്റിംഗ്. It states the opinion of the writer precisely and tries to influence the reader using justification, arguments and reasons. Example, editorial pieces, critical analysis, etc. അപ്പോൾ എന്താണ് പെർസ്യൂസീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ സ്വാധീനിക്കുക എന്നുള്ള അർത്ഥത്തോട് അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടി എഴുതുന്ന ഒരു റൈറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള ഒരു സംഘടനയുടെയോ ഒക്കെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള റൈറ്റിംഗ്സ്, അവരുടെ ഒരു ഫാമിലി
പാംപ്ലെറ്റ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യൂസ് പേപ്പറിന്റെ ആർട്ടിക്കിൾസോ അത്തരത്തിലുള്ള എന്താണ് ആൾക്കാരെ എന്താ ചെയ്യുക ജസ്റ്റിഫിക്കേഷനിലൂടെയും അല്ലെങ്കിൽ റീസണിങ്ങിലൂടെയും ആർഗ്യുമെന്റ്സിലൂടെയും ഒക്കെ എന്ത് ചെയ്യുക അവരുടെ ഒരു ഐഡിയോളജിയെ ഫോളോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക. സോ അത്തരത്തിലുള്ള ഒരു റൈറ്റിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പെർസ്വേസീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എഡിറ്റോറിയൽ പീസസ്, ക്രിട്ടിക്കൽ അനാലിസിസ് എക്സെട്ര. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് എന്ത് നറേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. The narrative writing has the author telling stories, often using first-person narration. It is mostly personal and imaginative. Example, stories, poems, etc. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് അല്ലെങ്കിൽ നറേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കഥ പോലെ അല്ലെങ്കിൽ എന്താണ് ഒരു പോയട്രി ഒക്കെ പോലെ എന്ത് ചെയ്യാണ് ഒരു ഫസ്റ്റ് പേഴ്സൺ എന്താ ഒരു യൂഷ്വലി ഒരു ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ടെക്നിക്കിലൂടെ എന്ത് ചെയ്യാണ് ഓതർ ഒരു കഥ പറയുകയാണ് അല്ലെങ്കിൽ ഒരു സംഭവം പറയുകയാണ്. എക്സ്പ്ലെയിൻ ചെയ്യല്ല, ജസ്റ്റ് ഒരു സ്റ്റോറി പറയുന്നത് പോലെ ഒരു കഥ പറയുന്നത് പോലെ പറയുകയാണ്. എന്ത് ചെയ്യാനാ അത് ചിലപ്പോൾ എന്താകാം ഒന്നുകിൽ നടന്ന ഒറിജിനൽ കാര്യമായിരിക്കാം അല്ലെങ്കിൽ എന്താകാം ഇമാജിനറി ആയിരിക്കാം. സോ ഇങ്ങനെ ഒരു കഥ പറയുന്ന രീതിയിലുള്ള ഒരു പീസ് ഓഫ് റൈറ്റിങ്ങിനാണ് അല്ലെങ്കിൽ നറേഷനിലൂടെ പറയുന്ന റൈറ്റിങ്ങിനാണ് എന്തെന്ന് പറയുന്നത് നറേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്റ്റോറീസ് ആൻഡ് പോംസ്. ഇനി നാലാമത്തെ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് എന്ത് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് ദാറ്റ് യൂസസ് അവർ സെൻഷ്യൽ എക്സ്പീരിയൻസസ് ടു elaborately define things. This method might employ detailed imaginaries as well. Example, diaries and journals. So എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ കുറിച്ച് എന്ത് ചെയ്യുകയാണ് അതിനെ നമ്മുടെ നമ്മുടെ ഒരു സെൻഷ്യൽ എക്സ്പീരിയൻസസിനെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ് ഓരോ കാര്യത്തെയും ഡിഫൈൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എക്സ്പോസിറ്ററി അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി റൈറ്റിംഗിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ജീവിതത്തിൽ നടന്ന ഒരു കാര്യത്തെ നമ്മൾ ഡിസ്ക്രിപ്റ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത് പോലെയുള്ള റൈറ്റിംഗ്സ് അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിന്റെ സെക്ഷനിൽ വരുന്നത്. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ് എക്സാമ്പിൾ ഡയറീസ് ആൻഡ് ജേർണൽസ്. സോ ഈ മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ എന്തുമാകാം ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒറിജിനൽ കാര്യങ്ങളാകാം അല്ലെങ്കിൽ എന്താകാം അത് ഇമാജിനറി കാര്യങ്ങളും ആകാം. ആൻഡ് ദിസ് മെത്തേഡ് മൈറ്റ് എംപ്ലോയ് ഡീറ്റെയിൽഡ് ഇമേജറീസ് ആസ് വെൽ. അപ്പോൾ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യത്തിൽ എന്താകാം ഒരുപാട് ഇമേജറീസ് പല തരത്തിലുള്ള ഇമേജറീസും യൂസ് ചെയ്യാം. സോ ഇതാണ് പ്രധാനപ്പെട്ട 4 ടൈപ്സ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എക്സ്പോസിറ്ററി അഥവാ ഒരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള റൈറ്റിംഗ്. അതിന് എക്സാമ്പിൾ ആണ് എന്ത് ഒരു എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ റൈറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അക്കാഡമിക്സ് നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അതെല്ലാം എക്സ്പോസിറ്ററി റൈറ്റിംഗ് ആണ്. രണ്ടാമത്തത് പെർസ്വേസീവ് റൈറ്റിംഗ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ എന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ഫാംലെറ്റോ അല്ലെങ്കിൽ ഒരു മതസംഘടനയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു റൈറ്റിംഗ്. സോ അത്തരത്തിലുള്ള എല്ലാം എന്താണ് പെർസ്വേസീവ് ആണ്. അതായത് ആൾക്കാരെ ആ ഒരു ഐഡിയോളജി ഫോളോ ചെയ്യുന്നതിലേക്ക് എന്ത് ചെയ്യാണ് പ്രേരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള റൈറ്റിംഗ്സ് ആണ്. മൂന്നാമത്തത് നറേറ്റീവ് റൈറ്റിംഗ് ആണ്. നറേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ കൂടുതലും സബ്ജക്റ്റീവ് ആയിരിക്കും. അതെന്ത് ചെയ്യാണ് ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ പോമോ പോലെ ഒരു കഥയെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ എന്ത് ചെയ്യാണ് നറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗിനാണ് എന്തെന്ന് പറയുന്നത് നറേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ സബ്ജക്റ്റീവ് ആവാം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആവാം. ആൻഡ് മാത്രമല്ല എന്താണ് ഒരു കാര്യത്തെ നടന്ന ഒരു കാര്യത്തെയോ മറ്റോ എന്ത് ചെയ്യാണ് ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള വിവരിക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേറ്ററി റൈറ്റിംഗ് തന്നെയാണ് ഏതെന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് എന്ത് ഡയറീസ് ആൻഡ് ജേർണൽസിലൊക്കെ വരുന്ന റൈറ്റിംഗ്സ്. സോ ഇതാണ് പ്രധാനപ്പെട്ട 4 ഫോംസ് ഓഫ് റൈറ്റിംഗ്സ് എന്ന് പറയുന്നത്.